പരിശുദ്ധ അമ്മ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും തിരുനാളിന്റെ ആശംസകൾ. എമ്മാനുവൽ എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 8. പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് പാപമില്ലാതെ ജീവിക്കാനുള്ള ഒരു ശക്തിയാണ്. പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സത്യമായി അമലോത്ഭവത്തെ ഏറ്റുപറയുകയാണ് നാം. പ്രിയരെ, 16 സങ്കീർത്തനത്തിൽ 11 വാക്യം, അവിടുന്ന് എനിക്ക് ജീവിതത്തിന്റെ മാർഗം കാണിച്ചു തന്നു. അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. സകല ആനന്ദത്തിന്റെയും പൂർണ്ണത ദൈവത്തിലാണ്. കേവലം ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ. മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. കുറച്ചും കൂടി എളിമപ്പെടാനും ഈശോയുടെ ആ ജീവിതം അനുഭവങ്ങളും മനോഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമായിട്ടായിരിക്കണം നാം ഈ നോമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തപസ്സെടുക്കുന്നതും. ക്രിസ്മസിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ പാപജീവിതങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു നല്ല ജീവിതമാർഗം തിരഞ്ഞെടുക്കാം. അവിടുത്തെ സന്നിധിയിൽ സകല ആനന്ദത്തിന്റെയും പൂർണ്ണതയുണ്ട്. പലപ്പോഴും പാപത്തിൽ ജീവിക്കുന്നവർ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുന്നത് പാപത്തിൽ തുടരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ലഭിക്കാതിരിക്കുമോ എന്നുള്ള ഒരു സാത്താൻ കൊടുക്കുന്ന ഒരു ചിന്തയാണ്. സത്യത്തിൽ അതല്ല. സകല ആനന്ദത്തിന്റെയും പൂർണ്ണത ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞത്, എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. പൂർണ്ണ സന്തോഷം കിട്ടുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആ സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. ഗോഡ് ഈസ് വിത്ത് us, എമ്മാനുവൽ.